ഹലോ, വെൽക്കം ടു കൊച്ചിക്കാരൻസ് വ്ലോഗ്. ഐ എം വെരി ഫ്രാൻസിസ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചാനൽ ഇനിയും കാണാത്തവർ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച് യുവർ സപ്പോർട്ട്. ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1/2 കിലോ നന്നാക്കിയ ചെമ്മീനാണ് ഉപയോഗിക്കുന്നത്. ഇത് ഓൾറെഡി കുക്ക്ഡാണ്. അപ്പം നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കാശ്മീരി ചില്ലി എടുത്തേക്കുന്നത് എരിവ് കുറയ്ക്കാൻ വേണ്ടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 2 അല്ലി വെളുത്തുള്ളി, 2 മുളക് ഓപ്ഷനിലാണ്, ഞാൻ ഇടുന്നില്ല. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, ഉപ്പ് പാകത്തിന്, പിന്നെ കറിവേപ്പില കുറച്ച്, 2 സവാള, 2 തക്കാളി, കുറച്ച് തേങ്ങാക്കൊത്ത് ഒരു ചെറിയ പാത്രത്തിൽ. ഇനി നമുക്ക് പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് നമ്മുടെ കടുക് ഭംഗിയായിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ഇടിച്ചിട്ട് അത് സവാളയുടെ ഒപ്പം ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള നമ്മുടെ പൊടികൾ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, വേപ്പില സംഭവങ്ങളെല്ലാം ഒരുമിച്ച് ഇട്ടിട്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി നമുക്ക് നമ്മുടെ തേങ്ങക്കൊത്തുള്ള സെപ്പറേറ്റ് ആയിട്ട് വഴറ്റെടുക്കാം. ഇത് സെപ്പറേറ്റ് ആയിട്ട് വഴറ്റുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ ഇട്ട് കഴിഞ്ഞ് സാറിന് കറി ചീത്തയാറുണ്ട്. അപ്പോൾ അങ്ങനെ ചീത്തയായിരിക്കാൻ വേണ്ടിയാണ് സെപ്പറേറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്ക് ഒരുമിച്ചിട്ടുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ഒരുമിച്ചിട്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി നേരിട്ട് വഴറ്റേണ്ടി വരും. അതുകൊണ്ടാണ് ഇത് ഏകദേശം ഒരു ബ്രൗൺ കളർ, അതായത് ഈ ഒരു ബ്രൗൺ കളർ വരുമ്പോൾ നമുക്ക് നിർത്താം. എന്നിട്ട് ചെമ്മീനിട്ട് കൊടുക്കുക. ചെമ്മീനിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. അത് ഏകദേശം ഒരു 10 മിനിറ്റ് അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്രേവി എടുക്കുക. ഗ്രേവി എടുത്തിട്ട് അതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നമുക്ക് സാറിന് സവാള വഴറ്റുമ്പോൾ ചെയ്യാം, അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി, ഓക്കെ, കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് വഴറ്റെടുക്കുക. എന്നിട്ട് അത് മാറ്റി വെക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ ചെമ്മീൻ കറി റെഡിയായി. ഇനി നമുക്ക് ചെമ്മീനും ഗ്രേവിയും കൂടി മിക്സ് ചെയ്യാം. അത് രണ്ടും മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് അങ്ങനെ വഴറ്റി കഴിയുമ്പോൾ ഒരു നല്ലൊരു റെഡിഷ് കളർ വരും. പിന്നെ നമ്മൾ വഴറ്റുന്നതനുസരിച്ച് അതിൻ്റെ കളർ മാറിക്കൊണ്ടിരിക്കും. ഇപ്പം നമുക്ക് കുറച്ചുകൂടി ബ്രൗൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി നേരം കൂടി ഒരു 20 മിനിറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് ഒന്നുകൂടി ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. പിന്നെ കളർ മാറും. അപ്പോൾ കളർ മാറുന്നതനുസരിച്ച് അതിൻ്റെ ടേസ്റ്റും നല്ല ഇതായിട്ട് വരും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.